ഫോട്ടോഗ്രാഫർ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഗാർഡന്റെ ഉള്ളിൽ കയറി ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് തെരഞ്ഞിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. കുറെ കാലായി തോന്നണ ഈ കൊടങ്ങ പിടിച്ച് നിൽക്കണ്. ഇപ്പൊ ഞങ്ങൾ ഉള്ളത് ഇതിന്റെ ഉള്ളിലത്തെ ഒരു ഗാർഡന്റെ ഉള്ളിലാണ്. നമ്മളെ നാട്ടിൽ കാണുന്ന പുല്ലും പൂപ്പലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ ഉണ്ട്. ഗാർഡന്റെ ഉള്ളിലത്തെ പൂക്കളെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി നടക്കുകയാണ്. ഇപ്പൊ കർണാടക ഗാർഡന്റെ വഴിധാരയിലൂടെ ധന്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നു പോരുമ്പോഴാണ് ഫോട്ടോ എടുക്കലിന്റെ ഒരു മാരക വെർഷം കണ്ടത്. ഫോട്ടോഗ്രാഫർ ഇപ്പൊ നിങ്ങൾ ഫോട്ടോ എടുക്കണില്ലേ, ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം. ഒരാളിങ്ങ് ഉരുണ്ട് വരുന്ന കണ്ടോ? ഇവലിത് കുറെ നേരം ഇവിടെ ഉരുണ്ട് പറയാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നത് ഊട്ടിയിലെ കർണാടക ഗാർഡനിൽ വന്നാണ്ട് ഉരുണ്ട് മറിയാൻ ഓരെന്തോ നേർച്ച നേർന്നാണ്. അങ്ങനെ നടന്നു വരുമ്പോഴാണ് ഇങ്ങനെ ഒരു മുതലിനെ കണ്ടത്. ഇതിപ്പോ ഇവിടുത്തെ രാജാവാണോ ഭടനാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അറിയണോളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഇവിടെ ഇപ്പൊ ശശികൊക്കിന്റെ ടീമിന്റെയും വട്ടമേശ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജലക്ഷാമത്തെ കുറിച്ചാണ് ഒരു ചർച്ച ചെയ്യണമെന്ന് 100 ഉറപ്പാണ്. കാരണം ഒരു തുള്ളി വെള്ളം അവിടെ ഇല്ല. ഇനി പറയാനേ ഇതാണ് ഇവിടുത്തെ ലോ ബഡ്ജറ്റ് വെള്ളച്ചാട്ടം. അങ്ങനെ വെള്ളച്ചാട്ടം നോക്കിക്കുമ്പോഴാണ് ഇവിടുത്തെ തൂക്കുപാലം കണ്ടത്. വാവ്, കാണാൻ തന്നെ ഒരു മജണ്ട്. ഇനിയിപ്പോ പാലത്തുമലും കൂടി കയറിയിട്ട് അക്കരെ കിടക്കാന്ന് വിചാരിച്ചാണ്ട് ഇപ്പൊ അങ്ങോട്ട് നടന്നു പോയോണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് പാലത്തിന്റെ അവിടെ എത്തിയപ്പോഴല്ലേ ഇവിടെ ഭയങ്കര ട്രാഫിക് ആണ്. അങ്ങനെ ആൾക്കാരൊക്കെ കുറച്ചാണ്ട് കഴിഞ്ഞപ്പോ ഞങ്ങൾ പാലത്തുമ്മ കൂടിയാണ് കയറി നടക്കാൻ തുടങ്ങി. അങ്ങനെ പാലൊക്കെ ഇടുന്ന് ഞങ്ങൾ പെരേക്കാണ്ട് പോയി. അപ്പൊ കസിൻസ് ടു ഊട്ടി എന്നുള്ള വ്ലോഗ് സീരീസ് ഇവിടെ അവസാനിക്കാണ്. നെക്സ്റ്റ് ആൻഡ് ബെസ്റ്റ് വ്ലോഗ് ആയിട്ട് നമുക്ക് ഇനി കാണാം. ഓക്കെ, ബൈ.